ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പൊ സ്ക്യൂനെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചു, കാൾ പിയേഴ്സൺസ് മെത്തേഡ് ഓഫ് സ്ക്യൂനെസ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജെ ബി എന്നാണ്. ജെ ബി ഈസ് ഈക്വൽ ടു Q3 plus Q1 minus 2m divided by Q3 minus Q1. ഇതാണ് ഇക്വേഷൻ. ഇതിൽ Q3 എന്ന് പറയുന്നത് ക്വാർട്ടൈൽ 3. ഓക്കെ, Q1 എന്ന് പറയുന്നത് ക്വാർട്ടൈൽ. ക്വാർട്ടൈൽ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ക്വാർട്ടൈൽ. ദെൻ M എന്ന് പറയുന്നത് മീഡിയൻ. അപ്പൊ മീഡിയൻ സാധാരണ കേസിൽ നമ്മൾ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ n+1/2 എന്നാണ്. മീഡിയൻ ഇസ് ഈക്വൽ ടു n+1/2th ഐറ്റം, അതാണ് മീഡിയൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇനി ക്വാർട്ടൈൽ എന്ന് പറയുന്നത്, ക്വാർട്ടൈൽ 1 മീൻസ് സൈസ് ഓഫ് n+1/4th ഐറ്റം. ഇനി Q3 എന്ന് പറയുന്നത് 3 × n+1/4th ഐറ്റം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഐറ്റംസും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെ നമ്മൾ ബൗളീസ് സ്ക്യൂനെസ് കാണും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് തന്നിട്ടുണ്ട്. ഇൻകം തന്നിട്ടുണ്ട്, ഓരോ വർക്കേഴ്സ്, ഇൻകം നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഓരോ ഇൻകം ലെവലിലും നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ഓരോ ഇൻകം ലെവലും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ടേബിൾ വരക്കണം, എന്നിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്കും കൂടി ഒരു കോളം വരക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ക്വാർട്ടൈൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എക്സ് വാല്യൂസ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻകം എക്സ് വാല്യൂസ് നമ്മൾ എടുത്തെഴുതി, ദെൻ ഫ്രീക്വൻസീസ് എടുത്തെഴുതി. ഇനി മൂന്നാമതൊരു ടേബിളും കൂടി വരക്കണം, CF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഓരോ തവണയും ഫ്രീക്വൻസീസ്, പ്രീവിയസ് ഫ്രീക്വൻസീസ് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ഫസ്റ്റ് കേസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ 8 ആണ്. രണ്ടാമത്തെ കേസ് ആവുമ്പോൾ രണ്ടാമത്തെ ആയിട്ടുള്ള 20 കൂടി നമ്മൾ ആഡ് ചെയ്യും. ആദ്യത്തെ 8 + 20 അപ്പൊ 28 നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദെൻ 28 + 35 63, 63 + 40 103, 103 + 32 135, 135 + 25 160, 160 + 18 178, 178 + 22 200. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിള് കാണണം. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എക്സ് വാല്യൂസ് എഴുതാം, ഫ്രീക്വൻസി എഴുതാം. മൂന്നാമതൊരു CF കോളം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം എഴുതാം. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ടോട്ടൽ ആയിരിക്കും N എന്ന് പറയുന്നത്. ഓക്കെ, N എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ദ ഫ്രീക്വൻസി ടേബിൾ. അതായത് ഇവിടെ ടോട്ടൽ എത്രയാണ്? 200 ആണ് മൊത്തം ഫ്രീക്വൻസി. അപ്പൊ CF ടോട്ടൽ ആയിരിക്കും N എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് മീഡിയൻ കാണണം. മീഡിയൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്, n+1/2th ഐറ്റം. അപ്പൊ ഇതിൽ N എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഫ്രീക്വൻസി 200 ആണ് നമുക്ക് കിട്ടി. ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ടോട്ടൽ. അപ്പൊ 200 + 1/2th ഐറ്റം. അപ്പൊ എന്താണ്? 201/2th ഐറ്റം ആണ് മീഡിയൻ. അതായത് മീഡിയൻ ഈസ് ഈക്വൽ ടു M ഈസ് ഈക്വൽ ടു 201/2, 201/2th ഐറ്റം എന്ന് പറയുന്നത് 105.5th ഐറ്റം. നമ്മൾ n+1/2th ഐറ്റം ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് മീഡിയൻ എന്ന് പറയുന്നത് 105.5th ഐറ്റം ആണെന്ന് കിട്ടി. അപ്പൊ ഏത് ഐറ്റം ആണെന്ന് നമ്മൾ നോക്കണം. നമ്മളോട് പറഞ്ഞു ഇത്ര 105.5th ഐറ്റം ആണ് മീഡിയൻ വരുന്നത്. അപ്പൊ നമ്മൾ ടേബിൾ നോക്കുക, എന്നിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ഈ 105 വരുന്നത് നോക്കാം. നമുക്ക് കിട്ടി 105.5th ഐറ്റം ആണ്. അപ്പൊ ഇവിടെ എവിടെ 105 വരുന്നത് നോക്കാം. 135ലാണ് 105
വരുന്നത്. ഓക്കെ, അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എവിടെയാണോ 105 വരുന്നത് നോക്കുക. അപ്പൊ 105 വരുന്നത് ഇവിടെ 135ലാണ് 105 ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ ആ ഫ്രീക്വൻസി വരുന്ന ഐറ്റാണ് മീഡിയൻ. അപ്പൊ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് 110 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കേസിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യും? n+1/2 ഐറ്റം ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഐറ്റം ഏത് ഫ്രീക്വൻസിയിലാണ് ഇൻക്ലൂഡഡ് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് 135ലാണ് 105 വരിക. അതിന് തൊട്ട് മുന്നേ 103 ഉള്ളൂ. അപ്പൊ 135 ഏതാണ് എക്സ് വരുന്നത് നോക്കുക, അതാണ് മീഡിയൻ. അപ്പൊ ഇവിടെ മീഡിയൻ ഇസ് ഈക്വൽ ടു 110. ഓക്കെ, എം ഇസ് ഈക്വൽ ടു 110 നമുക്ക് മീഡിയൻ കിട്ടും. ഓക്കെ, അപ്പൊ മീഡിയൻ നമുക്ക് കിട്ടി. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? Q1 കാണാം. Q1 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. Q1 is equal to n+1/4 ഐറ്റം. Q1 കാണാനുള്ള ഇക്വേഷൻ n+1/4 ഐറ്റം. ഓക്കെ, അപ്പൊ നമുക്ക് n 200 ആണ്. 200 + 1/4 ഐറ്റം. ഓക്കെ, അപ്പൊ 200 + 1/4 എന്ന് പറയുമ്പോൾ 200 1/4 ഐറ്റം. 200 1/4 എന്ന് പറയുമ്പോൾ 50.25 ഐറ്റം. ഓക്കെ, 50.25 ഐറ്റം ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ടേബിൾ എടുത്തിട്ട് ഈ 50.25 ഏതിലാ വരിക നോക്കാം. ആദ്യം 8 ആണ്, 28 ആണ്. 28ൽ ഇൻക്ലൂഡ് ആവുന്നില്ല. പിന്നെ 63 ആണ്. അപ്പൊ 50 എന്ന് പറയുമ്പോൾ 63ലാണ് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പൊ 63 ആണ് നമ്മളുടെ ക്വാർട്ടൈൽ 1ന്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പൊ 63 വരുന്ന എക്സ് ആയിരിക്കും എന്ത്? നമ്മളുടെ ക്വാർട്ടൈൽ 1 എന്ന് പറയുന്നത്. 50.25 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അത് ഇൻക്ലൂഡ് ആവുന്നത് 63 എന്നുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. അത് വരുന്ന എക്സ് എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ Q1 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 90. ഓക്കെ, അപ്പൊ Q1 നമുക്ക് കിട്ടി 90. ഓക്കെ, ഇനി നമുക്ക് Q3 കണ്ടുപിടിക്കാം. Q3 കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? Q3 is equal to 3 into n+1/4 ഐറ്റം. ഓക്കെ, അപ്പോ 3 ഇൻറ്റു ചെയ്യണം. n എന്താണ്? 200 + 1/4 ഐറ്റം. ഓക്കെ, അപ്പോ 3 ഇൻറ്റു 201/4 ഐറ്റം. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഇൻറ്റു 201 ചെയ്യാം, ബൈ 4 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 3 ഇൻറ്റു 201/4 എന്ന് പറയുന്നത് 150.75 ഐറ്റം. ഓക്കെ, 150.75 ഐറ്റം ആണ് മീഡിയൻ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 150 എവിടെയാണ് CFൽ എന്ന് നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിൽ ഏത് ടേബിളിലാണ് 150 ഇൻക്ലൂഡ് ആവുക? 160യിലല്ലേ? തൊട്ട് മുന്നത്തെ 135 ആണ്, അതിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. പിന്നെ ഇൻക്ലൂഡ് ആവുന്നത് 160യിലാണ്. അപ്പൊ 160 മാർക്ക് ചെയ്യുക. CF എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക. അപ്പൊ 160യിലാണ് നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, അപ്പോ അതിനോട് ചേർന്നിട്ടുള്ള 160യുടെ എക്സ് എന്താണോ അതാണ് നമ്മളുടെ മീഡിയൻ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് ഐറ്റത്തിലാണ് വരുന്നത്? 120th ഐറ്റം ആണ്. അപ്പൊ മീഡിയൻ ഇസ് ഈക്വൽ ടു ക്വാർട്ടൈൽ 3 is equal to 120. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ക്വാർട്ടൈൽ 3ക്ക് 3 into n+1/2 ഐറ്റം ചെയ്തു. അപ്പൊ നമുക്ക് 150th ഐറ്റം അല്ലെ? എത്രയും കിട്ടിയത്? 150th ഐറ്റം ആണ് കിട്ടി. അത് 160യിലാണ് ഇൻക്ലൂഡ് ആവുന്നത്. അത് ഏത് എക്സ് ആണ് നോക്കുക? 122 ആണ്. So Q3 is equal to 120. ഓക്കെ, Q3 120 ആണ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് JB കാണാം. JB is equal to ഇക്വേഷൻ എന്തായിരുന്നു? JB is equal to Q3 plus Q1 minus 2M all divided by Q3 minus Q1. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. അപ്പൊ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
Q3 എന്താ നമുക്ക് കിട്ടി? Q3 കിട്ടിയിട്ടുള്ളത് Q3 നമുക്കിപ്പോ കിട്ടിയത് 120 അല്ലേ? 120 ഓക്കെ പ്ലസ് Q1 നമുക്ക് കിട്ടിയിട്ടുണ്ട് 90 ഓൾറെഡി കിട്ടി മൈനസ് 2 ഇൻറ്റു മീഡിയൻ എത്ര നമുക്ക് ഫസ്റ്റ് കിട്ടിയത്? മീഡിയൻ 110 ആണ്. അപ്പോൾ 2 ഇൻറ്റു 110 ഓൾ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. Q3 എന്ന് പറയുന്നത് 120 ആണ് മൈനസ് Q1 എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ സോൾവ് ചെയ്യാം. 120 പ്ലസ് 90 മൈനസ് 2 ഇൻറ്റു 110 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 220 കിട്ടും. ടു ഇൻറ്റു 110 220 കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ 120 മൈനസ് 90 ഡിനോമിനേറ്റർ സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് 30 കിട്ടും. ഓക്കെ, ഇനി ആദ്യം ന്യൂമറേറ്റർ മൊത്തം സോൾവ് ചെയ്യാം. 120 പ്ലസ് 90 മൈനസ് 220 120 പ്ലസ് 90 മൈനസ് 220 അപ്പൊ നമുക്ക് മൈനസ് 10 ആണ് കിട്ടുക. അപ്പൊ മൈനസ് 10 ബൈ 30. ഓക്കെ, മൈനസ് 10 ബൈ 30 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് 0.33. ഓക്കെ, അപ്പോൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത് JB is equal to 0.33. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ബൗളീസ് സ്ക്യൂനെസ് കാണാം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടേബിൾ വരക്കുക. എക്സ്, എഫ്, സി, എഫ് 3 ടേബിൾ വരക്കുക. എന്നിട്ട് പിന്നെ ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. n+1/2 എന്ന് ചെയ്താൽ മീഡിയൻ കിട്ടും. n+1/4 എന്ന് ചെയ്താൽ Q1 കിട്ടും. Q3 എന്ന് പറയുന്നത് 3 × n+1/4. അപ്പൊ നമ്മൾ ഓരോന്നും എത്രാമത്തെ ഐറ്റ് ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിൽ നോക്കുക. അത് കറസ്പോണ്ട് ചെയ്യുന്ന എക്സ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാം? മീഡിയൻ Q3, Q1 ആയിട്ട് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ബൗളീസ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മാർക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ മാർക്സ് തന്നിട്ടുണ്ട് 0 to 10, 10 to 20, 20 to 30, 30 to 40. അങ്ങനെ മാർക്സ് തന്നിട്ടുണ്ട് 70 to 80 വരെ. നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സ് വാല്യൂസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കറിയാം മീഡിയന്, മോഡ് ഒക്കെ കാണാൻ നമുക്ക് ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കാൾ പിയേഴ്സൺ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂസിൽ എങ്ങനെയാണ് JB കാണാൻ നോക്കാം. ബൗളീസ് സ്ക്യൂനെസ് ഇക്വേഷൻ സെയിം തന്നെയാണ്. ആദ്യം നമുക്ക് ടേബിൾ വരക്കാം. എക്സിന്റെ ടേബിൾ, എഫിന്റെ ടേബിൾ, CFന്റെ ടേബിൾ. ഇവിടെ ഒന്നും ഒരു മാറ്റമില്ല, ഫ്രീക്വൻസി ചെയ്ത പോലെ തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഓരോ വാല്യൂസും എൻ്റർ ചെയ്ത് കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് 0 to 10. ആ ക്ലാസ് നമ്മൾ എക്സ് വാല്യൂസ് മിഡ് പോയിന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അതൊന്നും ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് മിഡ് പോയിന്റ്സ് ഒന്നും എടുക്കണ്ട. 20 to 30, 30 to 40 ഓരോ തന്നിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സെവൻറ്റി ടു 80 വരെയാണ് ക്ലാസ് ഉള്ളത്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് ഒക്കെ എടുത്ത് എഴുതാം. 10, 12, 22, 32, 29, 11, 3, 1. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്രീക്വൻസീസ് കൊടുത്തെഴുതി. ഇനി CF ടേബിൾ വരക്കുക. CF എന്താ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഫ്രീക്വൻസി എഴുതുക, പിന്നെ രണ്ടാമത്തോട് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. പിന്നെ രണ്ടാമത്തെ 10 + 12, 22, 22 + 22, 44, 44 + 32, 76, 76 + 29, 105, 105 + 11, 116, 116 + 3, 119, 119 + 1, 120. ഓക്കെ, അപ്പൊ എത്രയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലാസ്റ്റ് ആണ് നമ്മളുടെ n എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്, അതാണ് ഫ്രീക്വൻസി n. ഓക്കെ, n എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ടോട്ടൽ ആണ്. ഇനി നമ്മൾ ഇക്വേഷൻ സെയിം തന്നെയാണ്. നമുക്ക് സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്. പക്ഷെ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ
മീഡിയൻ ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ m is equal to L1 plus L2 minus L1 by F into M minus C. ഇത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. മീഡിയൻ അല്ലെങ്കിൽ Q3 Q1 ഒക്കെ കാണാൻ നമുക്ക് ഇതുപോലത്തെ ഇക്വേഷൻസ് ആണുള്ളത്. വേറൊക്കെ സെയിം തന്നെ. നമുക്ക് മീഡിയനും Q3 Q1 കാണാനുള്ള ഇക്വേഷനിൽ മാറ്റമുണ്ട്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ മീഡിയൻ കാണാൻ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് L1 plus L2 minus L1 into M minus C by F. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എം കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിലുള്ള സ്മോൾ എം കാണാൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. എം ഇസ് ഈക്വൽ ടു n/2 ആയിട്ടാണ്. n എത്രയാണോ /2 ആണ് സ്മോൾ എം എന്ന് പറയുന്നത്. അപ്പൊ n എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 120 ആണ് n നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. 120 by m is equal to n എന്ന് പറയുന്നത് 120 ആണ്. അപ്പൊ 120 by 2th item is equal to 120 by 2 എന്ന് പറയുന്നത് എത്ര, 60th item. ഓക്കെ, 60th item ആണ് എം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 60th ഐറ്റം ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിലാണ് വരിക നോക്കാം. അപ്പൊ 60 എന്ന് പറയുന്നത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എടുത്ത് നോക്കി ഏതിലാണ് വരുന്നത്, 76-ലല്ലേ. അപ്പൊ 76 നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. 76-ലാണ് നമ്മളുടെ 60 വരുന്നത്. ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് എം വരുന്നത് നോക്കാം. അപ്പൊ നമുക്ക് 76 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എം വരുന്ന 76 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ നേരത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, n+1/2 ഐറ്റം ചെയ്തു. അത് വരുന്ന ഇൻഡിവിജ്വൽ വാല്യൂ എക്സിന്റെ വാല്യൂ നമ്മൾ മീഡിയൻ ആയിട്ട് എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, n/2 ചെയ്തിട്ട് ആദ്യം എം കണ്ടുപിടിക്കണം. എന്നിട്ട് ക്ലാസ് ഇന്റർവെൽ ആയതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് ഇന്റർവെല് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് വരുന്ന ക്ലാസ് ഇന്റർവെല് കിട്ടി 30 to 40 ആണ്. ഓക്കെ, ക്ലാസ് ഇന്റർവെല് കണ്ടുപിടിക്കുക. ക്ലാസ് ഇന്റർവെൽ ഇസ് ഈക്വൽ ടു 30 to 40. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് L1 എന്ന് പറയുന്നത് ലോവർ ക്ലാസ് പ്ലസ് L2 എന്ന് പറയുന്നത് അപ്പർ ക്ലാസ്. L1 ലോവർ ക്ലാസ് ബൈ എഫ് എന്ന് പറയുന്നത് നമ്മളെ ക്ലാസ് ഇന്റർവെലിന്റെ ഫ്രീക്വൻസി എന്താണ്, ഇൻറ്റു എം നമുക്ക് കിട്ടി n/2 ഐറ്റം, മൈനസ് സി എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് ക്ലാസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് ഇന്റർവെല് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L1 എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ആണ്, ഇതിവിടെ 30 ആണ്, പ്ലസ് L2 മൈനസ് L1 എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് 40 മൈനസ് L1 ലോവർ ക്ലാസ് 30 ഇൻറ്റു എം മൈനസ് സി. ഓക്കെ, എം എന്ന് പറയുന്നത് എന്താ, നമുക്ക് കിട്ടി 60th ഐറ്റം ആണെന്ന്. അപ്പൊ 60 എടുത്താൽ മതി. 60 മൈനസ് സി എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് ക്ലാസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്ലാസ് കിട്ടിയത് ഏതാ, 30 to 40 അല്ലേ. അതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതിന്റെ മുന്നത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 44 ആണ്. അപ്പൊ 44 ആണ് സി. So 60 minus 44 is C. Okay. All divided by F. F എന്ന് പറയുന്നത് നമ്മളുടെ ക്ലാസ് ഇന്റർവെലിന്റെ ഫ്രീക്വൻസി. ക്ലാസ് ഇന്റർവെല് 30 to 40 ആണ് അതിന്റെ ഫ്രീക്വൻസി. ഇവിടെ വരുന്നത് എത്ര, 32. F എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, F എന്ന് പറയുന്നത് 32. അപ്പൊ നമ്മുടെ ഇക്വേഷനിലോട്ട് എഴുതി നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യാം. ഓക്കെ, 30 പ്ലസ് 40 മൈനസ് 30 10 ആണ്. 10 ഇൻറ്റു 60 മൈനസ് 44 16 by 32 ഇതാവും നമ്മളുടെ ഇക്വേഷൻ. ഇനി അതിനെ നമുക്ക് സോൾവ് ചെയ്യാം.
ഓക്കെ, അപ്പൊ എന്താവും 30 പ്ലസ് അത് നമുക്ക് 16 ഇൻറ്റു 10 ചെയ്യാം. 160 ബൈ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം പ്ലസ് ചെയ്യാൻ നമ്മളെ ബോർഡ് മാസ് റൂൾ പ്രകാരം. ദെൻ ബൈ 32. ഇനി എന്ത് ചെയ്യണം? 30 പ്ലസ് 160 ബൈ 32 ചെയ്യാം. 30 പ്ലസ് 160 ബൈ 32. 160 ബൈ 32 എന്ന് പറയുന്നത് 5 ആണ്. സോ 35 ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 35. ഓക്കെ, നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് വേണം, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മീഡിയന് കാണാൻ. അപ്പൊ നമുക്ക് ഇവിടെ മീഡിയൻ കിട്ടി 35. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? Q1 കാണണം, ക്വാർട്ടൈൽ 1. ക്വാർട്ടൈൽ 1 കാണാനും ഈ ഇക്വേഷൻ പോലെ തന്നെയാണ്. മീഡിയന്റെ പകരം എം, നമ്മൾ ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ L1 പ്ലസ് L2 മൈനസ് L1 ബൈ എഫ് ഇൻറ്റു Q1 മൈനസ് QC. ഇവിടെ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, നേരത്തെ നമ്മൾ എം മൈനസ് സി എന്ന് ചെയ്ത് കൊടുത്ത് ഇവിടെ Q1 മൈനസ് സി, അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? Q1 കാണണം. ആദ്യം Q1 കാണാം. Q1 is equal to n by 4th item. n by 4th item ആണ് Q1. ഓക്കെ, Q1 is equal to n by 4th item. That is എന്താണ്? n എന്ന് പറയുന്നത് 120 ആണ്. 120 by 4th item. 120 by 4 എന്ന് പറയുമ്പോൾ 30th item. ഓക്കെ, 30th item ആണ് n എന്ന് കിട്ടി. അപ്പൊ 30th item CF ടേബിളിൽ എവിടെയാന്ന് നോക്കാം. ഇതാണ് CF ടേബിള്. 30 വരുന്നത് ഏതിലാ? ഇതിലല്ലേ? 20 to 30 എന്നുള്ള ക്ലാസ്സിലാണ് 30 വരുന്നത്. ഈ 44ലാണല്ലോ 30 ഇൻക്ലൂഡ് ആവുന്നത്. അപ്പൊ അത് വരുന്ന ക്ലാസ്. അപ്പൊ നമുക്ക് ക്ലാസ് ഇന്റർവെല് കിട്ടി 20 to 30. ഓക്കെ, സോ Q1 is equal to 30th item എന്ന് കിട്ടി. അപ്പൊ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് is equal to 20 to 30. ക്ലാസ് ഇന്റർവെല് 20 to 30 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L എന്ന് പറയുന്നത് 20 ആണ്, ലോവർ ഐറ്റം 20 ആണ്, പ്ലസ് അപ്പർ ഐറ്റം എന്താണ്? 30 മൈനസ് 20. ഓക്കെ, ഇൻറ്റു Q1 എന്താ നമുക്ക് കിട്ടി? 30th item. Q1 നമുക്ക് കിട്ടിയിട്ടുണ്ട് 30th item. അപ്പൊ 30 മൈനസ് സി എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിംഗ് ക്ലാസ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ 20 to 30 ആണ്. ഇതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസിന്റെ CF അതാണ് C. അപ്പൊ ഇവിടെ 22 ആണ് നമ്മളുടെ C എന്ന് പറയുന്നത്, മൈനസ് 22. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ ഫ്രീക്വൻസി. അപ്പോ ക്ലാസ് 20 to 30 ആണ്, അതിന്റെ ഫ്രീക്വൻസി വരുന്നത് 22 ആണ്. ഓക്കെ, 22. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ആദ്യം 20 പ്ലസ് ഡിവൈഡിനൊക്കെ സോൾവ് ചെയ്യാം, ബ്രാക്കറ്റ്സ് ഒക്കെ സോൾവ് ചെയ്യാം. 30 മൈനസ് 20 10 ഇൻറ്റു 30 മൈനസ് 22 8 ബൈ 22. ഓക്കെ, അപ്പൊ എന്താവും ഇക്വേഷൻ? 20 പ്ലസ് 10 ഇൻറ്റു 8 ആദ്യം ചെയ്യുക, 80 ബൈ 22. 20 പ്ലസ് 80 ബൈ 22 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 23.64. ഓക്കെ, 23.64 ഈസ് ഈക്വൽ ടു Q1. ഇങ്ങനെയാണ് നമ്മൾ Q1 കണ്ടുപിടിക്കുക. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ Q1 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. നേരത്തെ നമ്മൾ കണ്ട മീഡിയന്റെ എമ്മിന് പകരം Q1. ഇതേപോലെ തന്നെയാണ് Q3യുടെ. ഇനി നമുക്ക് Q3 കണ്ടുപിടിക്കണം. Q3യുടെ ഇക്വേഷനും ഇതേപോലെ തന്നെയാണ്. ഈ Q3 നേരത്തെ നമ്മൾ Q1 കണ്ട പോലെ ഇവിടെ Q3 ആവും, അത് തന്നെ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? Q3 കാണണം. Q3 is equal to 3 into n plus 1 by 4th item. Sorry, n plus 1 by 4 അല്ല, 3 into n by 4th item. n by 4th
ഐറ്റം. ഓക്കെ, 3 into n/4 ഐറ്റം. ഇതാണ് Q3. ഓക്കെ, അപ്പൊ നമുക്ക് Q3 കാണാം. 3 into n എന്ന് പറയുന്നത് 120 ആണ്. 3 into 120/4 ഐറ്റം. ഓക്കെ, 120/3. അപ്പൊ 3 into 120 ആദ്യം ചെയ്യാം. 3 into 120/4 ഐറ്റം ആണ് Q3. അപ്പൊ 3 into 120 ആദ്യം ചെയ്യാം. 3 into 120/4. 3 into 120 360. 360/4 ചെയ്താൽ നമുക്ക് 90 കിട്ടും. സോ 90 is equal to Q3. Q3 90 ആണെന്ന് കിട്ടി. അപ്പൊ Q3 90 വരുന്ന ക്ലാസ് ഇന്റർവെല് നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 90 ഇൻക്ലൂഡ് ആവുന്നത് ഏതിലാ? ഈ 105ലാണ്. അപ്പൊ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് 40 to 50 ആണ്. ഓക്കെ, സോ ക്ലാസ് ഇന്റർവെൽ is equal to class interval corresponding 90 is ഏതാണ്? 40 to 50 അല്ലെ? 40 to 50 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L1 എന്ന് പറയുന്നത് ലോവർ ക്ലാസ് 40 പ്ലസ് L2 എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് 50 മൈനസ് 40 എന്ത് ചെയ്യണം? ഇൻറ്റു M എന്ന് പറയുന്നത് എന്താ? M എന്ന് പറയുന്നത് Q3 ആണ്. ഓക്കെ, M എന്ന് പറയുന്നത് Q3 നമുക്ക് കിട്ടി 90 മൈനസ് C എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിംഗ് ക്ലാസ്. നമ്മുടെ ക്ലാസ് ഇവിടെ 40 to 50 ആണ്. അതിന്റെ മുന്നത്തെ ക്ലാസിന്റെ CF ആണ് C എന്ന് പറയുന്നത്. അത് 76 ആണ്. ഓക്കെ, 76 മൈനസ് 76 ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ക്ലാസിന്റെ 40 to 50യുടെ ഫ്രീക്വൻസി 29 ആണ്. ഓക്കെ, ഇനി സോൾവ് ചെയ്യാം. 40 plus 50 minus 40 10 into 90 minus 76 14. Okay, by F 29 by 29. Okay, ഇനി ഇതിനെ സോൾവ് ചെയ്യാം. 40 പ്ലസ് 10 into 14 ആദ്യം ചെയ്യാം. 140/29. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യാം. ആദ്യം 140/29 ചെയ്യാം. 140/29 പ്ലസ് 40. അപ്പൊ നമുക്ക് കിട്ടും ആൻസർ 44.83. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Q3 കിട്ടി. അപ്പൊ നമ്മൾ Q3 കണ്ടുപിടിക്കുക എങ്ങനെയാണ്? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ 3 കേസ് മീഡിയൻ Q1 Q3 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇവിടെ മീഡിയൻ ആണെങ്കിൽ M-C, ക്വാർട്ടൈൽ 1 ആണെങ്കിൽ Q1-C, ക്വാർട്ടൈൽ 3 ആണെങ്കിൽ Q3-C. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്ലാസ് ഇന്റർവെല് കാണും. ക്ലാസ് ഇന്റർവെല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ Q1 Q2 Q3 ഒക്കെ Q3 Q1 മീഡിയനും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊക്കെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് JB കാണാം, അതായത് സ്ക്യൂനെസ് കാണാം. JB is equal to ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു JBയുടെ ഇക്വേഷൻ? Q3 പ്ലസ് Q1 മൈനസ് 2M ബൈ Q3 മൈനസ് Q1 ഇതായിരുന്നു ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഡാറ്റാസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q3 എന്ന് പറയുന്നത് 44.83 മൈനസ് പ്ലസ് Q1 എന്താണ്? 23.64 മൈനസ് 2 ഇൻറ്റു മീഡിയൻ എന്ന് പറയുന്നത് 35. ഓക്കെ, ഡിവൈഡഡ് ബൈ Q3 minus Q1. 44.83 minus 23.64. നേരത്തെ സോൾവ് ചെയ്ത പോലെ ഇതിനെ സോൾവ് ചെയ്യാം. ആദ്യം ബ്രാക്കറ്റ്സിനെയൊക്കെ സോൾവ് ചെയ്യാം, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും -1.53/21.19. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് JB is equal to
0.072. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബൗളീസ് സ്ക്യൂനെസ് കാണാം കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ. അപ്പൊ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഫ്രീക്വൻസി ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും 3 ടേബിൾ വരക്കണം, XF CF. എന്നിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷനിലൊന്നും ഡിഫറൻസ് ഇല്ല. മീഡിയൻ ഒക്കെ n+1/2 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണുക. ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ മീഡിയന് Q1 Q3 കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ച പോലെ L1 + L2 - L1/F ഇൻറ്റു Q1 - C. മീഡിയൻ ആണെങ്കിൽ M - C, ക്വാർട്ടൈൽ 3 ആണെങ്കിൽ Q3 - C. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ.